Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. സ്നേഹഭവനിലെ കുട്ടികൾക്ക് വർണ്ണ വിരുന്നൊരുക്കി ചിത്രകലാ ക്യാമ്പിന്റെ സമാപനം. വരയും വർണ്ണവും ആട്ടവും പാട്ടുമായി കേരളത്തിൽ ചിത്രമന്ത്രി ഓടുകയായിരുന്നു. അവധിക്കാലം വർണ്ണമാക്കുക മാത്രമല്ല, തന്റെ ചിത്രകലാ അധ്യാപക ജീവിതം 25 വർഷം മാർച്ചിൽ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായ R.K. ചന്ദ്രബാബുവും 25 സ്കൂളുകളിൽ 25 ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 25 കുട്ടികൾക്കായി പെൻസിൽ, പേപ്പർ, ഓയിൽ വേസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ എന്നിവയിലാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നത്. ടീച്ചിങ് കടന്നു പോകാറുണ്ട്. പക്ഷേ എന്റെ മേഖല ഇങ്ങനെയുള്ള ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ചിത്രകല എന്റെ ഒരു ഇഷ്ട വിനോദം മാത്രമല്ല, ഉപജീവന മാർഗവും കൂടിയാണ് എന്നുള്ളത് കൊണ്ടും ആ ഒരു മീഡിയം പ്രത്യേകിച്ച് എല്ലാ കുട്ടികൾക്കും എല്ലാം സൗജന്യമായി നൽകിക്കൊണ്ട് ക്യാമ്പ് നടത്താവുന്ന ഒരു ബോധം മനസ്സിലുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളുമായിട്ട് സംസാരിക്കുകയും നല്ലൊരു ഉദ്യമത്തിന് സ്കൂളിന്റെ സപ്പോർട്ട് കിട്ടി. പള്ളുരുത്തി സ്നേഹഭവനിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ സമാപന ക്യാമ്പ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സരിത ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭ സ്ഥിരം സമിതി അംഗം വി. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഷീബ ഡൂറം, എഴുത്തുകാരി രാജം ടീച്ചർ, ചിത്രകാരി സാറ ഹുസൈൻ, ശില്പി സണ്ണി പോൾ, ഫാദർ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മാതൃകയാക്കി ആക്കേണ്ടതാണ്. ഒരുപാട് സമയങ്ങളൊന്നും എടുക്കുന്നില്ല. ഇത് നല്ലൊരു സംരംഭമായിരുന്നു. അദ്ദേഹം 25 വർഷം കഴിയുമ്പോൾ ഇങ്ങനൊരു ആശയം ഒരാളുടെ മനസ്സിൽ ഉദിക്കുക എന്നുള്ളത് അത്ഭുതമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു വിജയമായിരുന്നു. ഇതൊരു തുടക്കമാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഇത് മാതൃകയാക്കി സമൂഹത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഇന്ന് അന്താരാഷ്ട്ര ബാലദിനമാണ്. മനസ്സിലായോ? എന്റെ മലയാളം അറിയോ? എന്താണ്? ലോകത്തെ കുട്ടികളുടെ ദിനമാണ്, വേൾഡ് ചിൽഡ്രൻസ് ഡേ. അതുകൂടാതെ ചന്ദ്രബാബു മാഷ് 25 വർഷം ചിത്രരചനാ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 25 സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമായി ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.